നടക്കുന്നതാണ്. ഒരൊറ്റ പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ നോക്കൂ, അവരുടെ ഒരു പാഠപുസ്തകമാണ് ലിസാനുൽ ഖുർആൻ എന്നത്. ഖുർആനിന്റെ ഭാഷ പഠിപ്പിക്കാൻ, അറബി ഭാഷ പഠിപ്പിക്കാനുള്ള പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ നിങ്ങൾ നോക്കൂ, എല്ലാ പുസ്തകവും ഇങ്ങനെ തന്നെ. ഒരൊറ്റ പുസ്തകത്തിന്റെ കാര്യം എനിക്ക് 10 മിനിറ്റിലേറെ ഇവിടെ സംസാരിക്കാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് ഇത് മാത്രം ഞാൻ നേതാക്കന്മാരുടെയും അതുപോലെ പഴയതുപോലെ തന്നെ സമാധാനത്തോടുകൂടെ പോകുന്നു എന്ന് പറയുന്ന നമ്മുടെ നിസ്വാർത്ഥരായ പ്രവർത്തകന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതിന്റെ 3ാമത്തെ പാഠം, 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്നതിന് 3ാമത്തെ പാഠം ആസിമത്തുൽ ഹിന്ദ് എന്ന ഒരു ഹെഡിങ് ഉണ്ട്. ഇതിലിവർ കോഴിക്കോട് പട്ടണത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് കോഴിക്കോട് പട്ടണത്തിലുള്ളത് നമ്മൾ അറിയണം. കോഴിക്കോട് എന്താണുള്ളത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മദീന കാലിക്കോട്ട്, കോഴിക്കോട് പട്ടണം, ഫിഹ മക്തബുൻ ജമിയത്തുൽ ഉലമാഇ ഉമൂമി കേരള. അവിടെ ഇ.കെ. സമസ്തന്റെ ഓഫീസുണ്ട്. കോഴിക്കോട് ഇ.കെ. സമസ്തന്റെ ഓഫീസുണ്ട്. അതുപോലെ ഖസാനത്തുൽ കുതുബിൽ മദാരിസി, വലിയ ബുക്ക് ഡിപ്പോ ഉണ്ട്. ഒരു മക്തബ്, അത് അച്ചടിക്കാനുള്ള പ്രിന്റിംഗ് പ്രസ്സും ഉണ്ട്. അതുപോലെ കദാലിക മക്തബ് ശബാബ് സുന്നിയീൻ ഉമൂമി കേരള, EKSYSന്റെ ഒരു ഓഫീസും കോഴിക്കോട് അങ്ങാടിയിലുണ്ട്. അതുപോലെ ഇദാറത്ത് മജല്ലത്തുൽ ഉസ്ബൂഇയ്യ, ആഴ്ചയിൽ ഇറങ്ങുന്ന ഒരു വാരികയും കോഴിക്കോട്ട് നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിന്റെ പേരറിയണം, സുന്നി ആഫ്കാറാണ് അതിന്റെ പേര്. മക്തബുൽ മുഹറർ, അതിന്റെ എഡിറ്റർ ഓഫീസും അവിടെ തന്നെയാ ഉള്ളത് കോഴിക്കോട് പട്ടണത്തിൽ. വകദാലിക മജ്മഅ മർകസുൽ ഇസ്ലാമി മക്തബ് ഇത്തിഹാദി തറബത്ത് സുന്നി, SKSSFന്റെ ഓഫീസും കോഴിക്കോട് ടൗണിൽ തന്നെയാണ് ഉള്ളത്. ഈ ഉമൂമി കേരള, അത് കേരളത്തിൽ മൊത്തം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിന്റെ ഓഫീസ് അവിടെയാണുള്ളത്. വഫീ ദാറുൽ കുതുബി, അവർക്കൊരു പ്രസിദ്ധീകരണ ബ്യൂറോ, അതും കോഴിക്കോടാണ്. അൽ മുസമ്മ, അതിന്റെ പേര് ഇസ പബ്ലിക്കേഷൻ എന്നാണ്. നമ്മളെ കുട്ടികൾക്ക് രാവിലെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാന്റെ ഖുർആനല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ സംഗതികളൊക്കെ കോഴിക്കോടുണ്ട്. നമ്മൾ പണ്ട് കുട്ടികൾ ചോറ് വയ്ക്കാൻ അമ്മ പറയാറുണ്ട്, കോട്ടാമ്പി വരും. ഇതുപോലെ മക്കളെ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എന്താണ് കോഴിക്കോട് EKS സമസ്തക്ക് ഒരു ഓഫീസുണ്ട്, അവിടെ SKSSFിന് ഒരു ഓഫീസുണ്ട്, അവിടെ സുന്നി ആഫ്ഗാർ എന്നൊരു മാസികയുണ്ട്, അതിന്റെ എഡിറ്റർക്ക് അവിടെ ഒരു ഓഫീസുണ്ട്. കഴിഞ്ഞില്ല, ഇനിയും അവിടെ എന്തൊക്കെയാണുള്ളതെന്നല്ലേ അവിടെ വീണ്ടും ഉള്ളത്. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ലാസ്റ്റ് പറയാണ് ഒഫീ കുറുബി കാലിക്കൂത്ത്. പിന്നെ കോഴിക്കോടിന്റെ അടുത്തുണ്ട് മത്താറും ദൗലിയും, ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, ബിസ്മി കാലിക്കോട്ട്. അതിനൊക്കെ ഒരു കാലിക്കോട്ട് എയർപോർട്ട് എന്നാണ്. അതോട് ആ പാഠം കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കുകയാണ്, ആകെപ്പോ കോഴിക്കോടുള്ള സംഗതിയാണ് ഇപ്പോൾ. ഇതാണ് രാവിലെ നമ്മളെ കുട്ടികൾ പഠിപ്പിക്കേണ്ടത്. സമാധാനത്തോടുകൂടെ പഴയ മാതിരി പോകാണ്. പ്രസിഡന്റ് നമ്മൾ, സെക്രട്ടറി നമ്മൾ, കമ്മിറ്റി നമ്മൾ, ബുക്ക് പഴയ മാതിരി പോകാണ് എന്ന് പറയുന്ന ആളുകള് ഈ പുസ്തകത്തിൽ നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞില്ല ഒരു പാഠം, ഇങ്ങനെ വേറെയും എന്തെല്ലാം പാഠങ്ങളും ഒറ്റ കാര്യങ്ങളും ഞാൻ പരിചയപ്പെടുത്തിയാൽ അവക്കും. ഇനി ഈ കുട്ടികൾക്ക് ഇതിന്റെ പാഠത്തിന്റെ ഹെഡിങ് ഇസ്തിഖ്ലാലുൽ ഹിന്ദ് എന്നാണ്. ഇസ്തിഖ്ലാലുൽ ഹിന്ദ് എന്നതിന് പറയാണ് യത്റായസ് ജമിയത്തുൽ ഉലമ ലി ഉമൂമി കേരള മൗലാന കോയാക്കുട്ടി മുസ്ലിയാർ ആനക്കര. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഇപ്പോ ഒരു കുട്ടിയൊക്കെ പഠിപ്പിക്കുകയാണ്. എന്താ ഈ ആനക്കര കോയാക്കുട്ടിയെ പറ്റി പഠിപ്പിച്ചില്ലെങ്കിൽ അള്ളാന്റെ ഖുർആൻ യസർന്നു പോകൂലേ? അതുകൊണ്ട് പഠിപ്പിക്കുകയാണ്. സമസ്ത ഇതിന്റെ ഹജ്ജിന്റെ പേരെന്താണ്? ഇസ്തിഖ്ലാലുൽ ഹിന്ദ് എന്ന. ഇസ്തിഖ്ലാലുൽ ഹിന്ദിന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം എന്താണ്? സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്ന ആള് മൗലാന കോയാക്കുട്ടി മുസ്ലിയാർ ആനക്കരയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുമ്പ് നിമ്മൻ ജമിയത്തുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അലവി, പിന്നീട് ശംസുൽ ഉലമ വേറെ ആരും സമസ്തന്റെ ആൾക്കാരായിട്ടില്ല. ശംസുൽ ഉലമ മൗലാന EK അബൂബക്കർ മുസ്ലിയാർ, സൈനുൽ ഉലമ മൗലാന സൈനുദ്ദീൻ മുസ്ലിയാർ ചെറുശ്ശേരി. ആ പാഠം കഴിഞ്ഞു കണ്ടോ, 2ാമത്തെ പാഠം കഴിഞ്ഞു. ഇത് ഇത്തരം കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ ഒരു നമ്മളെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി നല്ല നിലക്ക് പോവുകയാണ്. മദ്രസ പഴയ മാതിരി. ഇത് പഴയ ബുക്കാണോ? പഴയ ബുക്കിങ്ങൾക്കറിയില്ലേ? ബഷീർ കീശഗീരി, അസുരം കുട്ടി, ഉമ്മ തൈലം മിനിക്കീന്, അത് മാറ്റീന്. ഇപ്പോഴുള്ള ബുക്ക് ആനാക്കര കോയാക്കുട്ടി മുസ്ലിയാർ എന്നൊക്കെയാണിപ്പോ. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് സമാധാനത്തോടുകൂടെ നിലനിൽക്കുന്ന മദ്രസകളിൽ കലാപം ഉണ്ടാക്കുന്നത്. ഈ പാഠം കഴിയില്ല. ഇനി ഇത് ഉറച്ച പാഠപുസ്തകത്തിലാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ പുസ്തകത്തിന്റെ ഓരോ ഭാഗങ്ങളിലും പറയുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യം. ഇത് കണ്ടോ നിങ്ങൾ? അൽ മുശാഫഹ, സംഭാഷണം നയിക്കാറ് അങ്ങനല്ലേ? ഞാൻ അറബി കുറച്ച്. അൽ മുശാഫഹത്തു എന്നാണ് സംഭാഷണം അർത്ഥം വെക്കുക.
ഏതാണ് 8ാമത്തെ പാഠം? എന്താണ് ഈ കുട്ടി 8ാമത്തെ പാഠത്തിൽ പഠിക്കേണ്ടത്? പുസ്തകമാരും നിങ്ങൾ ചിലപ്പോൾ ഈ തിരക്കില്ല, അപ്പൊ ഈ പുസ്തകം ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെന്താ ശരി. പിന്നെ എന്താണ് പഠിപ്പിച്ചത്? സംഭാഷണം. അത്തിൽമീത് കുട്ടി ചോദിക്കുക ഉസ്താദിനോട്, മത്ത അസ്സത്ത് ഉസ്സത്തില് അപ്പൊ ഉണ്ടാക്കപ്പെട്ട് ഉസ്സത്ത് ജമിയത്തിൽ ഉലമാരി ഉമൂമി കേരള സമസ്ത കേരള ജമിയത്തിലും രൂപീകരിക്കപ്പെട്ട എന്നാണ് കുട്ടി ഉസ്താദിനോട് ചോദിക്കാം. അപ്പൊ ഉസ്താദ് പറയും സന 1925. കുട്ടി ഈ മക്കാനി ഉസ്സത്ത് എവിടെയാ രൂപീകരിക്കപ്പെട്ട്? അപ്പൊ രാവിലെ ചെന്നൈക്കില്ല കുട്ടി അങ്ങോട്ട് ചോദിക്കാം ഉസ്താദോട്, ഉസ്താദ് രാവിലെ എവിടെയാ നമ്മളെ സമസ്ത രൂപീകരിച്ച്? കുട്ടിയോട് ചോദിക്കാണത്. അപ്പോ ഈ ഉസ്താദ് പറയാണ് അത് ഫി മസ്ജിദ് ജാമി ഫി മദീന കാലിക്കോട്ടെ ഒരു പട്ടണത്തിലെ ഒരു പള്ളിയിലാണ്. കുട്ടി വീണ്ടും ചോദിക്കുകയാണ് അബ്ദുറഹ്മാൻ ബാലവി മത്താക്കാന വയസ്സു ജമ്മിയ, ഈ ജമ്മിയത്തിന്റെ നേതാവ് അബ്ദുറഹ്മാൻ അതും നമ്മളെ ബാലവി തങ്ങൾ എന്നായത് അതിന് കൊല്ലം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുകയാണ് മത്ത ഉസ്സത്ത് രജനത്ത് തഅലീമുദ്ദീൻ ഇസ്ലാമിൽ ഉമൂമി കേരള, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്നാ രൂപീകരിക്കപ്പെട്ടത്? അപ്പൊ ഉസ്താദ് പറയാണ് 1951 ഫി വടകര. അത് കുട്ടി ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ തന്നെ മൂപ്പർ പറയാണ് 51 രൂപീകരിച്ചത്, വടകരയാണ് രൂപീകരിച്ചത്. പിന്നെ ചോദിക്കുന്നത് കം മദ്രസ ശുജിലത്ത് തഹത്ത തിൽക്കൽ ലദിന ഇലാ സന 2009 വരെ ഈ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്ക്ക് എത്ര മദ്രസ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്? കുട്ടി ചോദിക്കുക. ഈ കുട്ടിക്ക് അറിയേണ്ട കാര്യമാണിത്. നിങ്ങൾ ആലോചിക്കുകയാണ്, നമ്മൾ രാവിലെ ഫീസും കൊടുത്ത് ഈ കുട്ടിനെ പറഞ്ഞേക്കുന്നത്. ഈ കുട്ടിക്ക് അറിയണം 2009 വരെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്ക്ക് എത്ര മദ്രസ രജിസ്റ്റർ ചെയ്യുന്നു ഉസ്താദെ എന്നാണ് ചോദിക്കാൻ കുട്ടിനോട്. ഉസ്താദിനോട് ചോദിക്കാം. അപ്പൊ ഉസ്താദ് പറയാണ് 8,891 മദ്രസ, 8,891 മദ്രസ ഫി അന്നായിൽ ഹിന്ദി ഖാരിജ, അത് ഇന്ത്യന്റെ പുറത്തു അകത്തു ഉള്ളിലും ഒക്കെപ്പാടെയാണ് മോനെ 8,891 മദ്രസ ഉണ്ട്. കുട്ടി പറഞ്ഞു. വീണ്ടും ഇവർ ചോദിക്കുകയാണ്, ഈ കുട്ടി ചോദിക്കുകയാണ് കം സിൻഫ ഹാദിൽ മദാർ, ഈ മദ്രസ എത്ര ഗ്രേഡിലാണ്? അതായത് എത്ര നമ്മൾ പ്രശ്നം പറഞ്ഞ എത്ര ഗ്രേഡിലാണ്? ഹാദിൽ മദാരിസ് 4 അസ്നാഫ്. ഒന്ന് അൽ അവ്വൽ ഇബ്തിദായിയ, ഈ കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ ഇല സഫിൽ ഖാമിസ്. الثانية ابتدائية عليا هي إلى الصف السابع. الثالث ثانوية هي إلى الصف العاشر. الرابع ثانوية عليا هي إلى الصف الثاني عشر. എന്ന് ചോദിക്കാണ്. ഇനിയാണ് കേൾക്കണ്ടേ. ചോദിക്കാണ് ഹല്ലി ഹാദിൽ ലജന ഇദാറ, ഇതിനിപ്പോ ഓഫീസ് വല്ലതും ഉണ്ടോ? ഈ കുട്ടി ചോദിച്ച ഉസ്താദിനോട്. അതപ്പോ ഇതൊക്കെ നടത്തി വരുന്ന ഇതിന് വല്ല ഇദാറ കാര്യങ്ങളൊക്കെ ഉണ്ടോ കുട്ടിയോട് ചോദിക്കാം. അപ്പൊ ഞാൻ ഉണ്ട്. ലഹായിദാറത്തും വാഴ്ചയിൽ വലിയ ഓഫീസൊക്കെ ഉണ്ടല്ലോ ഈ സംഗതി, എനിക്കൊന്നും അറിയില്ലേ. ഇത് ഫീ സലാസി തബക്കാത്തി 3 തട്ടാണ് നമ്മളെ ഓഫീസ് മോനെ. ഫീ കറിയത്തി ചേളാരിയിലാണിതേ. അവിടെ ഒരു കാലിച്ചന്തണ്ടെന്നും കൂടി ഇതിന് വേണ്ടിയായിരുന്നു. അതില്ല, ഫീ കറിയത്തി ചേളാരിയിലാ മോനെ. വിലായി മലാപുറം, മലപ്പുറത്ത്. ഇനി നോക്കണങ്ങള്, ഇതില് 3 തട്ടിന്റെ പറഞ്ഞില്ലോ, 3 ഫ്ലോറ്. ആ തബക്കത്തിൽ 1ാം ഫ്ലോറിൽ ഹായാത്തുൽ മുഹാദറാത്ത്, ഈ വരുന്ന മനുഷ്യന്മാരൊക്കെ ഇതിന്റെ ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ആ മുഹാദറത്തിന്റെ യോഗത്തിന്റെയും മറ്റും കാര്യങ്ങളും വരുന്ന കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം അതിലുണ്ട്. പിന്നെ ഖസായിനു ദഖായിരി വഗൈരിഹ അസാനി ഫീ മക്തബിർ റഈസ് വൽ അമീനിൽ ആം, ജനറൽ മാനേജർ പണങ്ങോട് ഒരു ഓഫീസുണ്ട്. പിന്നെ അവിടെ ജനറൽ സെക്രട്ടറിക്ക് ഒരു ഓഫീസുണ്ട്. മുദീറുൽ ആമി വൽ മുഫത്തിശീൻ, മുഫത്തിശമാർക്ക് അവിടെ ഓഫീസുണ്ട്. മുഅല്ലിഫുൽ കുതുബിൽ മദ്രസ ബുക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മുഅല്ലിഫീങ്ങൾക്കുണ്ട്. ലജനത്തെ തഫ്സീർ കുതുബിൽ അത് ശരിയാക്കുന്നവർക്കുണ്ട്. മുദീറുൽ ഇംതിയാസ്, പരീക്ഷന്റെ മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഓഫീസുണ്ട്. നമുക്ക് ആകെ 3 തട്ടേ ഉള്ളൂ. പിന്നെ ലജനത്തിൽ മുഅല്ലിമിൽ മർക്കസിയ, മദ്രസന്റെ മുഅല്ലിമീങ്ങൾക്കും ഓഫീസ് കെട്ടുന്നുണ്ട്. അപ്പോ അൽഹംദുലില്ലാഹ് 2 തട്ട് കഴിഞ്ഞ്. ഇനി അത്തബഖത്ത് സാലിസ 3ാം തട്ട് ഫീഹാ ഹുജറാത്തുൽ മുഫത്തിശീൻ, അവിടെയാണ് മുഫത്തിശന്മാരുടെ ഹുജറകളുള്ളത്. അതുപോലെ തന്നെ മജാലിസുൽ സിക്രി വസലാത്ത്, നിസ്കരിക്കുന്ന സലാത്തിന്റെ ഒക്കെ റൂമും അവിടെ തന്നെയാണ്. വേറൊരു റൂമും ഇതിന്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ബാക്കാരൂർ മൂല്യാരും കാവലൂർ മൊയ്യാരൊക്കെ പിരിച്ചുവിട്ട കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളെയും പുനരധിവസിപ്പിക്കാൻ നമ്മുടെ ഓഫീസ് വേണ്ടി വരും. പക്ഷെ അത്
ഉസ്താദന്മാരടുത്ത് ഞാൻ പറയില്ല, ഞാൻ ഒറ്റക്ക് പറയും. ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കത്തിൽ നോക്കൂ, ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സഹോദരന്മാരെ. കഴിഞ്ഞില്ല, ഇതിന്റെ ഓരോ പാഠങ്ങളും ഇങ്ങനെ തന്നെ. നമുക്ക് സമയമില്ല. ഞാൻ പറയുന്നത് ഇതാണ് ഇവരുടെ പാഠപുസ്തകം, ഒരു പുസ്തകം. ഇതേ കാര്യങ്ങളൊക്കെ ഇനി ഇതാ 5ൽ പഠിപ്പിക്കുന്നു, 6ൽ പഠിപ്പിക്കുന്നു. നമുക്ക് സമയമില്ല. നിങ്ങൾ നോക്കൂ, റബീഉൽ ആഖിറിൽ ആകെ 3 or 4 ആളെ മരിച്ചിട്ടുള്ളൂ. അതിൽ ഒന്ന് ഉമർ അലി ശിഹാബ് തങ്ങളാണ്, മറ്റൊന്ന് ഈ കെ അബൂബക്കർ മുസ്ലിയാരാണ്. എന്ത് ചെയ്യാനാണ്? വേറെ ആ മാസം ആരും മരിക്കാൻ ഞാൻ പിന്നെ ഈ ബുക്കിൽ കൊടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അവർ ആ കാര്യങ്ങൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പല സംഗതികളും പഠിപ്പിക്കുന്നു. പിന്നീട് നിങ്ങൾ നോക്കൂ, ഇതിൽ ഒരു കുട്ടിയുടെ ടൂറുണ്ട്. ആ ടൂറിൽ ഈ കുട്ടി ഏതൊക്കെ ഖബറാണ് സിയാറത്ത് ചെയ്യുന്നത് അതിന്റെ വിശദീകരണമുണ്ട്. അവരെ നേതാവിന്റെ ഖബർ മുതൽ സിയാറത്ത് ചെയ്യുന്ന യാത്രപ്പടിയാണ് ഒരു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പല സംഗതികളും ഞാൻ പറയുന്നത് തീർത്തും പ്രാസ്ഥാനവൽക്കരിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ നിവേദനത്തിലും നമ്മുടെ പത്രക്കുറിപ്പിലും പറയുന്നത്. സങ്കുചിത താല്പര്യം സംരക്ഷിക്കുകയാണ് മറുഭാഗം. ഇത് നിങ്ങൾ നോക്കൂ, 7ാം ക്ലാസ്സിലെ ഇവരുടെ താരീഖ്, ഈ താരീഖിലും ഇവർ ഇത് തന്നെയാണ്. അവരുടെ ആളുകളെ പരിചയപ്പെടുത്തുന്നു. എന്നാൽ അവരുടെ ആളുകളെ ചരിത്രം തന്നെ അപൂർണമാണ്. ഈ കെ അബൂബക്കർ മുസ്ലിയാരെ പറ്റി അദ്ദേഹത്തിന്റെ ചരിത്രം ഇതിലുണ്ട്. ഈ ചരിത്ര പുസ്തകത്തിൽ അദ്ദേഹത്തെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ പുറത്താക്കി എന്ന യഥാർത്ഥ ചരിത്രം ഇതിൽ കൊടുത്തിട്ടില്ല. അത് എന്തിന് അദ്ദേഹത്തെ പുറത്താക്കി എന്നുകൂടെ കൊടുക്കേണ്ടതായിരുന്നില്ലേ? ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, ഇവരുടെ പാഠപുസ്തകം ഇവരുടെ പ്രിന്റിനെ പറ്റി, പ്രിന്ററെ പറ്റിയും പ്രസിനെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ ഓഫീഷ്യൽ കാര്യങ്ങളെ പറ്റിയും പഠിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികളെ ചെറുപ്പക്കാലം മുതൽ തന്നെ അഹ്ലുസുന്നക്കെതിരെയാക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പുതിയ പ്രശ്നം. ഇത് നമ്മൾ ഉൾക്കൊള്ളണമെന്നും അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ തക്ബീർ എത്ര അത്യുച്ചത്തിൽ ചൊല്ലിയോ അതേ അത്യുച്ചത്തിൽ നിങ്ങൾ ചിന്തിക്കണം. അദ്ദേഹം നമ്മോട് വസിയ്യത്ത് പോലെ എല്ലാ വേദികളിലും പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് അദ്ദേഹം പറയാറുണ്ട്, മക്കളെ നിങ്ങളൊരു 10 വീതം സലാത്തെങ്കിലും ചൊല്ലണം. അതുപോലെ റവാത്തിബ് സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കരുത്. അതുപോലെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളുടെ നാട്ടിൽ 3 കുട്ടികളായാലും 5 കുട്ടികളായാലും 10 കുട്ടികളായാലും കുട്ടികളെ എണ്ണം വിഷയമല്ല, അവർക്ക് ദീൻ പഠിപ്പിക്കണം. അതിന് സുന്നത്ത് വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ സ്ഥാപിക്കണം എന്ന് എ.പി. ഉസ്താദ് എപ്പോഴും നമ്മോട് പറയാറുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിച്ച 10,000 എനിക്ക് പറയാറുള്ളത്, അക്രമത്തിന് പകരം അക്രമം നമ്മുടെ ശൈലിയല്ല, തല്ലിന് പകരം തല്ല് നമ്മുടെ ശൈലിയല്ല. പക്ഷേ തല്ലുകൊണ്ടും ജീവൻ കൊടുത്തും നാം നേടിയെടുത്ത നമ്മുടെ പൂർവികർ നേടിയെടുത്ത പ്രസ്ഥാനം നാളേക്ക് ശേഷം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നാം ഉൾക്കൊള്ളുന്ന ആശയം അത് ശരിയായ ദീനീ ആശയം, അത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മഹല്ലത്തുകളിലും സുന്നത്ത് വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ ഉണ്ടോ എന്ന് ആലോചിക്കുകയും ഇല്ലാത്ത മേഖലകൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് മുന്നിട്ടിറങ്ങുകയും ചെയ്യണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാരുടെ നീണ്ട നിര നമ്മുടെ വേദിയിലുണ്ട്. ആരെയും ഞാൻ പേരെടുത്ത് അഭിസംബോധന ചെയ്യാൻ സമയമില്ല. 2 മണിക്കകം ഈ ആഡിറ്റോറിയം നമ്മൾ മറ്റൊരു വിഭാഗത്തിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഇതാ എല്ലാ നേതാക്കന്മാരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി യുവജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, മാനേജ്മെന്റ് അസോസിയേഷൻ, ജമിയത്തുൽ മുഅല്ലിമീൻ അടക്കമുള്ള മുഴുവൻ പ്രസ്ഥാനത്തിന്റെയും നേതാക്കളെ, സദാത്യങ്ങളെ, കാരണവന്മാരെ, മഴ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നെഞ്ചൂക്കോടെ നിന്ന് ഞങ്ങളെ നയിച്ച നിങ്ങൾക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ആയുസ്സും ഹിമ്മത്തും കൂട്ടിത്തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ സുന്നി പ്രവർത്തകരെ, നിങ്ങളിൽ വലിയ വലിയ മഹാന്മാരായ ആലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, സാധാത്യങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. ഓ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ദീനീ മക്കളെ, നാം ഇന്നും മഴ കൊണ്ടു, നമ്മുടെ മുൻഗാമികൾ മഴയ്ക്ക് പകരം വെയിൽ കൊണ്ടു, അവരതുപോലെ ശരീരം തന്നെ ജീവിതം തന്നെ ത്യജിച്ചു. അങ്ങനെ അവർ നേടിയെടുത്ത് നമ്മുടെ കയ്യിലേൽപ്പിച്ച ഈ പരിശുദ്ധ മതം ഏതാനും തല്ലിപ്പൊള്ളികൾ അക്രമത്തിന്റെ മുന്നിൽ അവർ അടിയറക്കുകയില്ല എന്ന്
ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങൾ അണിവെച്ച് പ്രകടനത്തിൽ അണിനിരുന്നത്. അത് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ആഫിയത്തുള്ള ആയുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും മറ്റു വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹത്തായ പരിപാടി നിയന്ത്രിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ സെക്രട്ടറിയും ജില്ലാ ജനറൽ സെക്രട്ടറിയും സമസ്ത എസ്വൈഎസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവറുകളാണ്. ആദരപൂർവ്വം അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ ഈ മഹത്തായ ഉദ്ഘാടനം, ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത് എസ്വൈഎസിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളും ഈ പരിപാടി തീരുമാനിച്ച അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഇതിന്റെ ഒരു പ്രവർത്തകനായി ഇത് വിജയിപ്പിച്ചെടുക്കുന്ന നമ്മോടൊപ്പം നിന്ന നമ്മുടെ എല്ലാ നേതാക്കന്മാരുമുണ്ട്. ആ നേതാക്കന്മാരിൽ നമ്മോടൊപ്പം നിന്ന ബഹുമാനപ്പെട്ട വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിയെ ഈ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. മറ്റൊരു കാര്യം, നമുക്ക് ഈ വിഷയത്തിൽ വലിയ സാമ്പത്തിക ഫണ്ട് ഇനി ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം വിഘടിതർ നമ്മുടെ ഒരു പ്രകടനം കൊണ്ട് പരിപാടി നിർത്തിവെക്കാൻ സാധ്യതയില്ലല്ലോ. അവർ കലാപത്തിന് മൂർച്ച കിട്ടും. നമ്മുടെ പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ഇപ്പോൾ തന്നെ നമുക്ക് കഴിയുന്നില്ല. അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കൾ ഞങ്ങളെ മദ്രസ പൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിക്ക് ശേഷം ഞങ്ങൾ കൂടിയാലോചിച്ച് നിങ്ങൾ ഓരോരുത്തരും സമീപിക്കുന്നുണ്ട്. നമുക്കിതിന് വലിയ ഫണ്ട് വേണം. എന്നാൽ ഇപ്പോഴത്തെ ഈ പരിപാടിക്കോ ഇതിന്റെ പോസ്റ്ററിന് ആരിലും നമ്മൾ ഒന്നും വാങ്ങിയിട്ടില്ല. നമ്മളെ ഒരു കമ്മിറ്റിയിലും സാമ്പത്തികമായ ഈ വിഷയ സാമ്പത്തികമായ ഒരുക്കവും നമ്മൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ജില്ലാ ലീഡേഴ്സ്, നമ്മുടെ പ്രസിഡന്റ് ഇവിടെയുണ്ട്, PKM സക്കാഫി, അതുപോലെ സമസ്ത മുശാവറയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ കൊളത്തൂർ, അതുപോലെ തന്നെ കൂറ്റമ്പാറ ഉസ്താദ്, റഹീം സാഹിബ്, ഇങ്ങനെ എല്ലാവരും CP സൈദുൽ മാസ്റ്റർ, പറവൂര് മുഹമ്മദ് മാസ്റ്റർ. ഞാൻ അങ്ങോട്ട് നോക്കിയാൽ പിന്നെ സ്വപ്ന പ്രസംഗം നീളുന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് നോക്കുന്നില്ല. എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. അവരിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇപ്പൊ തന്നെ സമീപിക്കും. എന്തിന്? ഇന്ന് നമ്മൾ മഴ കൊണ്ടല്ലോ, അതിനുള്ള ഒരു ചെറിയ ചെലവ് എന്ന് പറഞ്ഞാൽ പോസ്റ്റർ അടിക്കാനും ഇതിന്റെ വാടകയും മൈക്കും മറ്റുള്ള പരിഭാഷ അത് പറയുന്നതിന് നമുക്ക് യാതൊരു പ്രയാസവുമില്ല. നമ്മളെ കപ്പാസിറ്റി നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷം വഹിക്കാൻ പൊന്മള ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ച് അദ്ദേഹത്തിന്റെ അനുവാദപ്രകാരം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വണ്ടൂർ ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة